السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ പകുതി ഭാഗവും നമ്മിൽ നിന്നും കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. റമദാൻ ശരീഫിന്റെ ഓരോ ദിനരാത്രങ്ങൾ കഴിഞ്ഞു കടക്കും തോറും പരിശുദ്ധമായ ഏറ്റവും പവിത്രമായ അവസരങ്ങളിലേക്കാണ് നാം നടന്നു നീങ്ങുന്നത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ അവസരമായിട്ട് നാം കാണുകയും നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ ഏറ്റവും മനോഹരമായ നിലയിൽ ആക്കിയെടുക്കുന്നതിനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്ന് റമദാൻ ശരീഫ് 16, നാളെയാണ് റമദാൻ ശരീഫ് 17. ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക ഐതിഹാസിക സായുധ വിപ്ലവം അഥവാ പരിശുദ്ധമായ ബദർ യുദ്ധത്തിന് സാക്ഷിയായ ദിവസമാണ് റമദാൻ 17 എന്നുള്ളത്. ഈ വർഷം നമ്മിലേക്ക് ബദർ ദിനം കടന്നു വരുന്നത് പശ്ചിമേഷ്യ യുദ്ധ കലുഷിതമായ സാഹചര്യത്തിലാണ് ബദർ ദിനം നമ്മിലേക്ക് സമാഗതമാകുന്നത്. ബദരീങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കൽ അനിവാര്യമാണ്.
അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്നതായ ഈ യുദ്ധവുമായിട്ടുള്ള സമാനതകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കൽ സാഹചര്യത്തിന്റെ അനിവാര്യതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുത്ബയിലേക്ക് കടക്കാം. ബഹുമാനികളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ബദറിൽ ഒരു സായുധ വിപ്ലവം രൂപപ്പെട്ടത്, അതിന്റെ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന വസ്തുതയാണ്. വിശദമായിട്ടൊന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സമാനതകളെ സംബന്ധിച്ച് മാത്രം നമുക്കൊന്ന് സംസാരിക്കാം. അന്ന് അബൂജഹല് ബദർ ദിനത്തിൽ പറഞ്ഞതായ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയുമോ? അൽ യൗം നന്തസിർ, ഇന്നേ ദിവസത്തെ സഹായം ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് വിജയിക്കുന്നത് എന്ന വീരവാദം മുഴക്കിക്കൊണ്ടാണ് അബൂജഹൽ അന്ന് ബദറിലേക്ക് പുറപ്പെട്ടത്. നഹ്നു നന്തസിറുൽ യൗം, ഇന്നത്തെ ദിവസത്തെ വിജയം ഞങ്ങൾക്കാണ്. എല്ലാ രാജ്യങ്ങളുടെ മേലും മേൽക്കോയ്മ ഞങ്ങൾക്കാണ് എന്ന അധിനിവേശ ചിന്തയോടുകൂടെ, എപ്പോഴും വിജയം ഞങ്ങൾക്കായിരിക്കുമെന്ന ചിന്തയോടും വീരവാദത്തോടും കൂടെയാണ് അബൂജഹലിന്റെ സ്ഥാനത്ത് ട്രംപ്, അതുപോലെ തന്നെ നെതന്യാഹു സഖ്യം ഇന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്കാണ് വിജയം, ഞങ്ങളാണ് എല്ലായിടത്തും വിജയിക്കുകയുള്ളൂ എന്ന അബൂജഹലിന്റെ ചിന്താഗതിയാണ് ഇന്ന് ട്രംപ്, നെതന്യാഹു, അബൂജഹലുമാരുടെ ചിന്താഗതി. സമാനതകൾ പലതാണ്. ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അബൂജഹല് ബദർ രണാങ്കളത്തിന്റെ മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ പറഞ്ഞതാണ്, നഹ്നു നന്തസിറുൽ യൗം, ഇന്നത്തെ ദിവസത്തെ വിജയം ഞങ്ങൾക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ, ഒരു വിഭാഗം ആളുകൾ അവർ പരാജയത്തിന്റെ കൈപ്പിനീർ കുടിക്കാൻ പോകുന്ന സാഹചര്യമാണ്, അവർ പിന്തിരിഞ്ഞ് ഓടുന്നതാണ് എന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിന്റെ വചനമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞത്. ബഹുമാനികളെ, രണ്ടാമത്തെ സമാനത എന്താണെന്നറിയോ? എല്ലാവിധ ആയുധ വിഭൂഷിതരായിക്കൊണ്ടാണ് അന്ന് മക്കയിൽ നിന്നും മുശ്രിക്കുകൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ബദറിലേക്ക് പുറപ്പെട്ടത്. എല്ലാ രീതിയിലും ആയുധ സജ്ജരായിരുന്നു ഖുറൈശി പ്രമാണികൾ. അതുപോലെ തന്നെ ഇന്നും ആയുധത്തിന്റെ രീതിയിൽ നോക്കിയാൽ എല്ലാവിധ അത്യാധുനിക സജ്ജീകരണങ്ങളോടും കൂടെയാണ് ട്രംപും സംഘവും എത്തിയിട്ടുള്ളത്. ബദറിലേക്ക് നമ്മൾ ഇങ്ങനെ താരതമ്യ പഠനം നടത്തുമ്പോൾ പല സമാനതകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആയുധവും ആൾബലത്തോടുകൂടി അബൂജഹലും സംഘവും ബദറിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുധവും കുറവാണ്, ആൾബലവും കുറവാണ്. അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംഘം വലിയ സംഘമാണ്. അതുപോലെ തന്നെ മൂന്നാമതൊരു സമാനതയുണ്ട്. എന്താണെന്നറിയോ? അബൂജഹലിനോട് അന്ന് ബദറിലെ മുശ്രിക്കുകൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ അബൂ സുഫിയാനും കച്ചവട സംഘവും ഇന്ന് സുരക്ഷിതരാണ്. അതുകൊണ്ട് നമുക്കൊരു യുദ്ധം ഒഴിവാക്കുകയല്ലേ. അബൂജഹലിനോട് ഖുറൈശി പ്രമാണികൾ പറഞ്ഞ വർത്തമാനമാണ്, നമുക്കൊരു യുദ്ധം വേണ്ട, നമുക്ക് യുദ്ധത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അബൂ സുഫിയാനും സംഘവും നമ്മുടെ കച്ചവട ചരക്കുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി, അവരിൽ നിന്നും കച്ചവട ചരക്കുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് മദീനയിൽ നിന്ന് നബിയും സഹാബത്തും പുറപ്പെട്ടത്. അതിനുവേണ്ടി തന്നെയാണ് പുറപ്പെട്ടത്. എന്നാൽ അവർ സുരക്ഷിതരായിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞ വർത്തമാനം എന്താ? വല്ലാഹി ലാ നർജിഉ, ഇല്ല, ഞങ്ങൾ ഒരിക്കലും നമ്മൾ ഇന്ന് മടങ്ങി പോവുകയില്ല.
നമ്മൾ എന്ത് ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തോട് യുദ്ധം ചെയ്യും എന്ന തീരുമാനത്തിലാണ് അവരുണ്ടായിരുന്നത്. ഇന്നത്തെ സാഹചര്യം എന്താണ്? ഘടകകക്ഷികൾ മുഴുവനും പറഞ്ഞു ഒരു യുദ്ധത്തിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന്. എന്നിട്ടും ട്രംപും അവന്റെ അനുയായികളും അതിൽ നിന്ന് പിന്മാറുന്നില്ല. അമേരിക്കയിലെ തന്നെ 70% ആളുകൾ യുദ്ധത്തിനോട് യോജിക്കുന്നില്ല എന്ന് പഠനം പഠിപ്പിക്കുകയാണ്. അന്നത്തെ ബദറിനോട് സമാനതകളാണ് ഇതെല്ലാം. ബഹുമാനികളെ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അഹങ്കാരത്തോടുകൂടെ ഇറങ്ങുന്ന ഒരു സമൂഹം എവിടെയാണ് എത്തിച്ചേരുക എന്നറിയില്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സഹായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. അല്ലാഹു തആല പറഞ്ഞതാ, വലഖദ് നസറകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. ബിബദ്രിൻ, ബദറിൽ വെച്ച്, വഅൻതും അദില്ല, നിങ്ങൾ ആള് കുറവാണ്, ആയുധ ബലവും കുറവാണ്, എന്നിട്ടും നിങ്ങളെ അല്ലാഹു തആല സഹായിച്ചു. നിങ്ങൾ വിജയശ്രീലാളിതരായിട്ട് മാറി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു സാഹചര്യം ഇന്ന് ഉണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. അന്ന് ബദരീങ്ങളെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന ഗുണവിശേഷണങ്ങൾ ഇന്ന് മറുപക്ഷത്തുണ്ടോ എന്ന്, അതല്ല മുസ്ലിം ലോകത്തിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ആത്മവിചിന്തനം ചെയ്യേണ്ടത്. എന്തായിരുന്നു ബദരീങ്ങൾക്കുണ്ടായിരുന്ന സവിശേഷതകൾ? അദൃശ്യമായ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു? അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന അദൃശ്യമായ ആയുധങ്ങൾ, കാണാൻ പറ്റാത്ത ആയുധങ്ങൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തത് അചഞ്ചലമായ ഈമാനായിരുന്നു, അല്ലാഹുവിലുള്ള വിശ്വാസമായിരുന്നു. അത് ബദരീങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് മറുപക്ഷത്തിന് ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. എന്നല്ല, മുസ്ലിം ലോകത്തിന് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളിലാണോ വിശ്വാസം? അതല്ല അല്ലാഹുവിന്റെ ഖുദ്റത്തിലാണോ? അണ്വായുധങ്ങളിലാണോ വിശ്വാസം? അതല്ല അല്ലാഹുവിന്റെ സഹായത്തിലാണോ? നമ്മുടെ കൈകരുത്തിലാണോ നമ്മുടെ വിശ്വാസം? അതല്ല അല്ലാഹുവിന്റെ സഹായത്തിലാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തന്നെയാണ് വിജയിച്ചവർ, നിങ്ങൾ തന്നെയാണ് ഉന്നതിയിലുള്ളവർ, നിങ്ങൾ തന്നെയാണ് എല്ലായിടത്തും മേലെയായവർ. ഒരൊറ്റ നിബന്ധന, ഇൻ കുൻതും മുഅ്മിനീന, നിങ്ങൾ കറകളഞ്ഞ വിശ്വാസികളാണെങ്കിൽ. ബഹുമാനികളെ, നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുരച്ച് നോക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നമ്മിൽ ഓരോരുത്തരിലുമുള്ള വിശ്വാസം എങ്ങനെ എന്നതിനെ സംബന്ധിച്ചാണ് നാം ഓരോരുത്തരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടന്നു പോകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അതിൽ ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇൻ കുൻതും മുഅ്മിനീന, എല്ലായിടത്തും നിങ്ങൾക്ക് തന്നെയാണ് വിജയം, നിങ്ങൾ വിശ്വാസികൾ ആണ് എങ്കിൽ എന്നതാണ്. ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ അവർ ഒന്നാമതായി, അവർക്കുള്ള അദൃശ്യമായ ശക്തി ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ളതായ അചഞ്ചലമായ വിശ്വാസമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അവരുടെ ആയുധം എന്തായിരുന്നു എന്നറിയോ? പ്രാർത്ഥനയാണ്. നമുക്കിന്ന് തീരെ സമയമില്ലാത്തതും ആ വിഷയത്തിലേക്കാണ്. അല്ലാഹുവിലേക്ക് രഹസ്യമായി ഇരുന്ന് കൈകൾ ഉയർത്താൻ നമുക്ക് സമയമില്ല. സമയമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക എന്നത് ബദരീങ്ങൾ നമുക്ക് നൽകുന്നതായ പാഠമാണ്. ബദരീങ്ങളുടെ നേതാവാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പ്രാർത്ഥന പ്രസിദ്ധമല്ലേ? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി. ബദറിന്റെ രാവിൽ അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങിയിട്ടില്ല, ദീർഘനേര നിസ്കാരമാണ്, കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, റബ്ബേ എനിക്ക് നീ വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ നടപ്പാക്കി താ റബ്ബേ. എന്നിങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുആ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വേളയിൽ കൈവൽ വന്നുകൊണ്ട് പിടിക്കുന്നുണ്ട്. തങ്ങളെ മതി, തങ്ങളെ കിടക്കൂ, എത്ര നേരമായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അത്രയും ദുആ ചെയ്തു എന്നുള്ളതാണ്. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഗ്ലക ഹാദിഹിൽ ഇസാബ,
ഈ ഒരു സംഘം ഇവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ആരാധിക്കാൻ ഭൂമുഖത്ത് ആരും ഉണ്ടാവുകയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ നീ ജയിപ്പിക്കണമേ എന്നിങ്ങനെ ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. ബദർ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഇതാണ്. ബദരീങ്ങളിലുള്ള സവിശേഷമായ ആയുധം പ്രാർത്ഥനയായിരുന്നു, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുമായിരുന്നു എന്നുള്ളത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നുണ്ട്. നാസിലത്തിന്റെ ഖുനൂത്തുകളെല്ലാം അതിന്റെ അടയാളങ്ങളാണ്. പോരാ, നമ്മളുടെ ഏകാന്ത സമയങ്ങളിലും റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ സാഹചര്യം അള്ളാഹുവിന് അറിയാലോ, ഞാൻ എന്തിനാ ചോദിക്കുന്നത്, അള്ളാഹു നടപ്പാക്കി തന്നോളൂല്ലേ. ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ തീരുമാനത്തിലെത്തിയിരുന്നു. ബദറിലെ വിജയം എന്നത് ഏറ്റവും അനിവാര്യമാണ് എന്ന് അള്ളാഹുവിന് അറിയാലോ, അതുകൊണ്ട് അള്ളാഹു വിജയിപ്പിച്ച് തരുമല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു തങ്ങള്? ഇല്ല. പിന്നെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? സത്യത്തിൽ അത് നമ്മുടെ അലസതയുടെ മറ്റൊരു രൂപഭാവമാണ്, അതല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ മടിയുടെ മറ്റൊരു രൂപമാണ്. എന്ത്? എന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിന് അറിയാലോ, അത് അള്ളാഹു തന്നെ നടത്തി തരും എന്നത് നമ്മുടെ മടിയുടെ ഒരു രൂപമാറ്റം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ രൂപമാറ്റം. ഹബീബായ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ രാത്രിയിൽ, ബദറിന്റെ രാത്രിയിൽ ഒരുപാട് നേരം ദുആ ചെയ്തു എന്നത് ഹദീസിലെ ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. മൂന്നാമത്തെ അവരുടെ ആയുധം എന്താണെന്നറിയോ? മൂന്നാമത്തെ ആയുധം വളരെ പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഐക്യമായിരുന്നു അവരുടെ മൂന്നാമത്തെ ആയുധം. മക്കയിൽ നിന്നും വന്ന മുഹാജിറുകൾ മറുനാട്ടുകാരാണ്, അല്ലെ? മുഹാജിറുകളുണ്ട് ബദരീങ്ങളിൽ, സ്വദേശക്കാരായ അൻസാറുകളുണ്ട്, മദീനക്കാരായ അൻസാറുകളുണ്ട്. മുഹാജിറുകൾ വേറെ സഫില്, അൻസാറുകൾ വേറെ സഫില്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? കറുത്തവർ വേറെ സഫില്, വെളുത്തവർ വേറെ സഫില്. ഉന്നത കുടുംബ മഹിമയുടെ പേരിൽ അന്ന് മാത്സര്യം നടന്നിരുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കുടുംബ മഹിമയുടെ പേരിൽ ഒരു മാറ്റി നിർത്തലുകൾ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ഐക്യത്തിൽ, മുഹാജിറുകളും അൻസാറുകളും ഐക്യത്തിൽ ഹബീബായ തങ്ങളുടെ പിറകിൽ അണിഞ്ഞിരുന്നപ്പോ നിഷ്പ്രയാസം അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഈ ഒരു പോയിന്റിൽ നിന്നും ചിന്തിച്ചാൽ തന്നെ ഇനി ഒരിക്കലും നമുക്കൊരു വിജയം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എവിടെയാണ് ഐക്യത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പരസ്യമായിട്ട് വന്ന് പറയും. പിന്നെ നമ്മുടെ രഹസ്യമായിട്ടുള്ളതായ ഓഫീസുകളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോ ഒറ്റപ്പെടുത്തലുകളുമാണ്. സുന്നി ഷിയ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ചർച്ചയിലാണ്. ഇപ്പോഴും നമ്മുടെ ചർച്ച എന്താണ്? സുന്നി അവർ ഷിയാക്കളല്ലേ എന്ന ചർച്ചയിലാണ്. എന്നാൽ മറുപക്ഷമാണെങ്കിലോ ഐക്യത്തോടുകൂടെ അവർ ഒരിക്കലും ഐക്യപ്പെടുകയില്ല. കാരണം യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നസ്രാനിയത്ത്, ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ ഈസ നബി അലൈഹി ഇസ്ലാം ചാരസന്തതികൾ എന്ന് വാദിക്കുന്നവരാണ്. മതപരമായി നോക്കിയാൽ അവർ ഒരിക്കലും യോജിക്കേണ്ടതല്ല. പക്ഷെ അവർ ഒന്നിച്ചു നിന്നില്ലേ? നമുക്ക് എന്തുകൊണ്ട് ഒന്നിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ഇപ്പോഴും സുന്നി ഷിയ പറഞ്ഞുകൊണ്ട് കാംനയിലെ ഷിയയാക്കിയിരിക്കുകയാണ്. പാശ്ചാത്യ മുസ്ലിം വിരോധം വെച്ചു പുലർത്തുന്ന, ഇസ്ലാമിക വിരോധം വെച്ചു പുലർത്തുന്ന പാശ്ചാത്യ ജൂത സഖ്യത്തിന് മുമ്പിൽ ആണൊരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് അവർക്ക് എതിരെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ശത്രുപക്ഷത്തിന് പേടി സ്വപ്നമായിട്ട് മാറുമ്പോ ഇപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചർച്ച അവര് ഷിയാക്കളാണ് എന്ന നിലയിലാണ്. ബഹുമാനികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ആവശ്യം അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക എന്നതാണ്. ബദരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠവും അതാണ്. ശത്രുക്കൾക്കെതിരെ നാം ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുക എന്ന നിലപാടാണ് എപ്പോഴും വേണ്ടത്. സോഷ്യൽ മീഡിയകളിലുള്ളതായ അനാവശ്യ ചർച്ചകളിൽ ഒരിക്കലും ഭാഗവാക്കാകരുത് എന്ന് ഞാൻ ഉണർത്താൻ താല്പര്യപ്പെടുകയാണ്. ബഹുമാനികളെ, ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ മഹത്വം ഉള്ളവരാണ്. ഒറ്റവാക്കുകൂടി ഞാൻ അവരെ കുറിച്ച് പറയട്ടെ. ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ഒരുപാട് സ്നേഹിക്കേണ്ടതാണ്, ഒരുപാട് നാം ആദരവോടുകൂടെ കാണേണ്ടതാണ്.
എന്താണ് ഇതിനുള്ള കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതി അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച രീതിയും അതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീകും യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളിൽ ബദറിൽ പങ്കെടുത്തതായ സ്വഹാബത്തിന് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എത്രയാ? ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞു, കുറെ നാളുകൾക്ക് ശേഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തങ്ങളെ നിങ്ങൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന് കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി നമുക്ക് പാഠമാണ്. അഫ്ദലുൽ മുസ്ലിമീന, അവർ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല അവർക്കുള്ള ആദരവ് പ്രത്യേകമായിരുന്നു സഹാബത്തിന് ഇടയിൽ നിന്ന് പല രീതിയിലൂടെയും സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി അല്ലാഹു തആല എങ്ങനെയാണ് അവരോട് സമീപിച്ചത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ തീരുമാനമല്ലേ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? ഇഅ്മലു മാ ശിഅ്തും ഖദ് വജബത് ലക്കുമുൽ ജന്ന. ലോകത്ത് ഒരാളോടും പറഞ്ഞിട്ടില്ലാത്ത വാക്കാണ്, ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത അംഗീകാരമാണ് അല്ലാഹു തആല ബദരീങ്ങൾക്ക് കൊടുത്തത്. ഇഅ്മലു മാ ശിഅ്തും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദേ? ഉണ്ട്. എവിടെയുണ്ട്? ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. എന്നാൽ ആ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കറകളഞ്ഞ ഈമാനിന്റെ ഉടമകളാണ്. അവര് ആ ഒരു വാക്കിനെ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. ദുരുപയോഗം ചെയ്യുകയില്ല എന്ന് അല്ലാഹുവിനെ അറിയുകയും ചെയ്യാം. അല്ലാഹു തആല പറഞ്ഞു, ഇഅ്മലു മാ ശിഅ്തും ഖദ് വജബത് ലക്കുമുൽ ജന്ന. എന്തിനാ അത് പറഞ്ഞിട്ടുണ്ടാവുക? സൃഷ്ടികളിൽ അവർക്കുള്ള അംഗീകാരം മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അല്ലാഹു തആല അവർക്ക് എത്രമാത്രം സൃഷ്ടികളിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് നിൽക്കുന്നതല്ലോ, അവരങ്ങനെ ചെയ്യൂല എന്ന് അല്ലാഹുവിനെ അറിയുകയും ചെയ്യാം. എന്തിനു വേണ്ടി അത് പറഞ്ഞത്? നമ്മൾ അവരുടെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്തേ മനസ്സിലാക്കാതെ പോകുന്നത്? അവരെ കുറിച്ച് പറയുന്ന സദസ്സുകൾ ഇപ്പോൾ എന്തുകൊണ്ട് ശോകമാകുന്നു? എന്തുകൊണ്ട് ബദരീങ്ങളെ കുറിച്ചുള്ളതായ പറയലും അതുപോലെ തന്നെ അവരുടെ മൗലിദ് പാരായണവും എല്ലാം എന്തുകൊണ്ട് ശോകമാകുന്നു? അവരുടെ മഹത്വം മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തആല കൊടുത്ത അംഗീകാരം, അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത അംഗീകാരം, അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മഹല്ലിലെ മുൻ സദർ മുഅല്ലിം, അസിസ്റ്റന്റ് ഖതീബുമായി